ഈ അടുത്ത് ഞാനൊരു പായസം കഴിച്ചിട്ടുണ്ട്. എന്താണെന്നോ? ഇതാ മക്രോണി പായസം. നല്ല രുചി തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് എന്നിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി വെച്ച് ഒരമണിക്കൂർ നേരത്തേക്ക് അതങ്ങ് മൂടി വെക്കുക. അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് നന്നായി വെന്തിട്ടുണ്ടാവുക. അപ്പം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 3-4 തവണ കഴുകി എടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് മക്രോണിക്ക് 4 കപ്പ് പാല് തിളച്ചതിന് ശേഷം മക്രോണി ഇട്ട് കൊടുക്കുക. ഒരു 1/4 വേവ് ആ തിളച്ച വെള്ളത്തിൽ നിന്ന് ആയിട്ടുണ്ടാവും. ഇനി പാലിൽ കിടന്ന് നന്നായി വെന്തതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കുറുകി വരട്ടെ. കുറുകി വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇതാ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി. ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്തത്. മധുരമൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തെടുത്തതും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാമല്ലേ. അപ്പോൾ ഇതാ മക്രോണി പായസം ഇവിടെ തയ്യാറായ. ഇത് ഇപ്പോൾ നല്ല ലൂസ് പരുവത്തിലുള്ളത്. ആറി വരുമ്പോഴത്തേക്ക് നല്ല കൊഴുപ്പായിരിക്കും. എനിക്ക് ചൂടാറാനൊന്നും സമയമില്ല. ഇതങ്ങോട്ട് കുടിക്കുക എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ കഴിക്കാൻ പോവാന്നേ. അപ്പോൾ ഈ ഒരു പായസം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പാലടയുടെയൊക്കെ ടേസ്റ്റ് തന്നെയാണ്. എന്നാലും ഒരു വെറൈറ്റി പായസം കണ്ടപ്പോൾ ഉണ്ടാക്കണമെന്ന് തോന്നി ഉണ്ടാക്കി കഴിച്ചു. താങ്ക് യു.